പി.വി. അൻവർ ഏറ്റവും അവസാനമായിട്ട് പറഞ്ഞിരിക്കുന്ന അദ്ദേഹത്തിന് ആഭ്യന്തര വകുപ്പും വനം വകുപ്പും നൽകുകയാണെങ്കിൽ യു.ഡി.എഫിനൊപ്പം സഹകരിക്കാമെന്നുള്ളതാണ്. ചാണ്ടി ഉമ്മൻ എം.എൽ.എ. ആണ് എന്നോടൊപ്പം ഉള്ളത്. എടക്കര പഞ്ചായത്തിന്റെ ചുമതലയാണ് അദ്ദേഹത്തിന് ഉള്ളത്. ഇപ്പോ ഒരു പഞ്ചായത്തിന് മൊത്തം ചുമതലയാണ്. ഇപ്പോ ഓടി നടന്ന സ്ഥാനാർത്ഥിയേക്കാൾ വേഗത്തിൽ ഓടുന്നുണ്ട്. എങ്ങനെയുണ്ട് എടക്കരയുടെ ഒരു അനുഭവം? അല്ല, എടക്കരയിൽ വളരെ ശക്തമായ മുന്നേറ്റം യു.ഡി.എഫിന് ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ്. എനിക്ക് ചാർജ് ചെയ്തിരിക്കുന്ന 4 ബൂത്തുകളാണ്. ഓരോ എം.എൽ.എമാർക്കും അങ്ങനെ ചാർജ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ പൊതുവായ പ്രചരണത്തിൽ എല്ലാ സ്ഥലത്തും പോകുന്നുണ്ട്. കാരണം നമ്മളെ സംബന്ധിച്ച് വിജയം ഉറപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇപ്പോഴത്തെ പ്രധാന ആവശ്യം. അതിനുവേണ്ടി നമ്മൾ പോകും. ഇപ്പോ ഈ ആര്യാടൻ മുഹമ്മദും താങ്കളുടെ പിതാവും സഹപ്രവർത്തകരായിരുന്നു. ഇപ്പോ ആര്യാടൻ മുഹമ്മദിന്റെ മകൻ ഷൌക്കത്തും അതോടൊപ്പം തന്നെ ഈ താങ്കളും സുഹൃത്തുക്കളാണ്. അപ്പോ ഒരു ജനറേഷൻ കഴിഞ്ഞ അടുത്ത ജനറേഷനാണ്. അപ്പോ ഇവിടെ നിലമ്പൂരിൽ വരുമ്പോ അങ്ങനെ എന്താണ് ഒരു ഫീല്? തീർച്ചയായിട്ടും നമുക്ക് വളരെയധികം ആത്മബന്ധമുള്ള ഒരു കുടുംബമാണ്. അതുപോലെ ആത്മബന്ധമുള്ള മണ്ഡലമാണ് ഈ സ്ഥലം. ഞാൻ എന്റെ ചെറുപ്പം മുതൽ വരുന്ന ഒരു വീട് കൂടിയാണത്. അദ്ദേഹം ഏറ്റവും അവസാനം എന്റെ പിതാവ് ആ വീട്ടിൽ പോയി താമസിച്ചിട്ടാണ് വഴിക്കടവിലേക്ക് യാത്രയായത്. നമുക്കറിയാം, ഭാരത് ജോഡോ യാത്രയുടെ അവസാനത്തെ ദിവസവും വഴിക്കടവിൽ വന്നിട്ടാണ് അദ്ദേഹം ഞങ്ങളെ യാത്രയാക്കി തിരിച്ചു പോയതും ഞങ്ങൾ മൈസൂരിന് പോയതും. അപ്പോൾ അന്നും ഞങ്ങൾ ഈ വീട്ടിൽ വന്ന് താമസിച്ചിട്ടാണ് അവിടുന്ന് യാത്രയായത്. അപ്പോൾ വലിയ ആത്മബന്ധം ഈ നാടുമായിട്ടും ഈ കുടുംബവുമായിട്ടും പ്രിയപ്പെട്ട ആര്യാടൻ മുഹമ്മദ് സാഹിബായിട്ടൊക്കെ ഉണ്ട്. ഇപ്പൊ ഇവിടെ ഈ പ്രധാനപ്പെട്ട ഇടതുപക്ഷത്തിന്റെ പ്രചരണം എന്ന് പറയുന്നത് കെ.സി. വേണുഗോപാൽ ഈ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് നടത്തിയൊരു പ്രസ്താവനയാണ്. അത് ക്ഷീണം ചെയ്യോ? പുള്ളി മുഖ്യമന്ത്രിയാണോ? കേരളത്തിന് മുഖ്യമന്ത്രി പറയേണ്ട എന്താ? ഞങ്ങളുടെ നേട്ടമല്ലേ? ശ്രീ കെ.സി. വേണുഗോപാൽ ഒരു സത്യം പറഞ്ഞു. ആ സത്യം പറഞ്ഞതിന്റെ പേരിൽ അദ്ദേഹത്തെ വേട്ടയാടാൻ ഞങ്ങൾ സമ്മതിക്കുകയില്ല. അദ്ദേഹം പറഞ്ഞ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കുവാൻ ഇടതുപക്ഷത്തിന് പറ്റുന്നില്ല, ഉൾക്കൊള്ളുവാൻ ഇടതുപക്ഷത്തിന് പറ്റുന്നില്ല. കെ.സി. വേണുഗോപാൽ പറഞ്ഞെന്താ? പെൻഷനുകൾ സമയത്ത് കൊടുക്കുന്നില്ല. ആ സമയത്ത് കൊടുക്കാത്ത പെൻഷൻ ഇപ്പൊ ഇലക്ഷൻ ആയപ്പോ കൊടുക്കുന്നു എന്നുള്ളതല്ലേ പറഞ്ഞോളൂ. അതിന് ഇത്ര വലിയ പ്രശ്നം ഉണ്ടാക്കുന്ന എന്തിനാ? അദ്ദേഹത്തെ വേട്ടയിടാൻ ശ്രമിക്കുന്ന എന്തിനാ? സൈബർ ആക്രമണം നടത്തുന്ന എന്തിനാ? അദ്ദേഹം പറഞ്ഞു സത്യം. ആ സത്യത്തെ ഉൾക്കൊള്ളുവാൻ ഇടതുപക്ഷത്തിനാവുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ പറയേണ്ടത് എന്താ? ഇടതുപക്ഷം പറയേണ്ടത് എന്താ? ഞങ്ങൾ ചെയ്ത കാര്യങ്ങൾ നിലമ്പൂരിന് വേണ്ടി 9 വർഷം ഇവരുടെ എം.എൽ.എ. ആയിരുന്നല്ലോ, ഇവരുടെ ഭരണമാണല്ലോ കേരളത്തിൽ. നിലമ്പൂരിന് വേണ്ടി എന്ത് ചെയ്തു? നിലമ്പൂരിലെ ബൈപ്പാസ് റോഡ് നടത്തിയോ? ഇല്ലേ? ആ ചോദ്യം ഒന്നാമതുണ്ട്. രണ്ടാമത്തെ ചോദ്യം പിന്നെയുണ്ട്. എന്താ? കേരളത്തിന് വേണ്ടി എന്ത് ചെയ്തു? 9 വർഷം ഈ ഗവൺമെന്റ് തറക്കല്ലിട്ട് ഈ ഗവൺമെന്റ് പണി തുടങ്ങി, ഈ ഗവൺമെന്റ് പൂർത്തിയാക്കി ഒരു പദ്ധതി പറയൂ. അത് ഈ നിലമ്പൂരിലെ ജനങ്ങളോട് പറയൂ. ഒന്നുമില്ല പറയാൻ. പി.വി. അൻവർ ഏറ്റവും അവസാനമായിട്ട് പറഞ്ഞിരിക്കുന്ന അദ്ദേഹത്തിന് ആഭ്യന്തര വകുപ്പും വനം വകുപ്പും നൽകുകയാണെങ്കിൽ യു.ഡി.എഫിനൊപ്പം സഹകരിക്കാമെന്നുള്ളതാണ്. എന്തായാലും ഈ പ്രചരണവുമായി എം.എൽ.എമാരടക്കമുള്ള ആളുകൾ ശക്തമായി മുന്നോട്ട് പോവുകയാണ്. അനുരൂപിനൊപ്പം സാജിദ് അജ്മൽ, മീഡിയ 1, നിലമ്പൂർ.